ഇന്നിപ്പോ ബജറ്റ് വരിക. എസ് കെ എന്ന് പറഞ്ഞാൽ ഇത് വിസ്മയ ബജറ്റ് ആവുമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമ ഇറങ്ങുന്ന ഹൈപ്പിന്റെ അങ്ങേയറ്റമാണ്. അത് മാത്രമല്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഹൈപ്പ് കൂടിയിട്ടുണ്ട്. ഹൈപ്പുണ്ട്. എസ് കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോയ ഒറ്റ മാസം പൂർത്തിയായപ്പോൾ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഒരുപാട് യൂട്ടേണുകൾ കണ്ടു. ഒരു മാസം കൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞു നെഗറ്റീവായിട്ട്. എസ് കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എസ് കെ ഈ GST വന്നതിന് ശേഷം സംസ്ഥാനങ്ങളുടെ നികുതി അവകാശങ്ങൾ പരിമിതപ്പെട്ട ശേഷം ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ വലിയ കഥയുണ്ടോ എന്ന് ചർച്ച അന്ന് മുതലേ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരുകളുടെ നയത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെ മാനിഫെസ്റ്റോ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബജറ്റിനെ നമ്മൾ ആകാംക്ഷപൂർവ്വം സ്വാഗതം തന്നെ നോക്കാറുണ്ട്. രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി നമ്മൾ നോക്കാറുണ്ട്. ഇക്കുറി പ്രത്യേകിച്ച് വി ഡി സതീശൻ സർക്കാർ ആദ്യ ബജറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്ന കാര്യം നമുക്ക് കൃത്യമായി അതിനകത്ത് അറിയും. വാഗ്ദാനം ചെയ്തല്ലോ നടപ്പിലാക്കാൻ വഴിയുണ്ടോ? വാഗ്ദാനം നടത്തിയ എസ് കെ ആകെ 10,000 കോടിയുടെ വിഭവമാണ് തൽക്കാലം കയ്യിലുള്ളൂ. മാത്രമല്ല കാശ് വളരെ കുറവ്. നമ്മുടെ അതേ അവസ്ഥയാ, കറക്റ്റ് അവസ്ഥ എസ് കെ എന്ന് പറഞ്ഞാൽ അത്രയും പൈസ കുറവാണ്. എന്നാൽ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ കൈ 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കേണ്ടത്. അപ്പൊ ഈ നികുതി വരുമാനത്തിനുള്ള വഴികൾ എന്താണ്? അപ്പൊ ഈ എസ് കെ എപ്പോഴും വി ഡി സതീശൻ പോയ 10 വർഷവും അല്ലെങ്കിൽ അതേ പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷവും സഭയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത് സംസ്ഥാനത്ത് നികുതി ചോർച്ച സംഭവിക്കുന്നു, അത് നടപടികൾ കാര്യമായി ഉണ്ടാവുന്നില്ല, ഉദ്യോഗസ്ഥർ കാര്യക്ഷമം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ നികുതി ചോർച്ച തടയാൻ, നികുതി വരുമാനം വരുത്താൻ എന്താണ് പരിപാടി? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. 77,000 കോടി നഷ്ടം ധവളപത്രം പറയുന്നത്. 10 പൊതുമേഖലാ സ്ഥാപനം എണ്ണി പറയുന്നുണ്ട് ആ ധവളപത്രത്തിൽ. അപ്പൊ അതിനെ റിവാമ്പ് എന്താണ് പരിപാടി? കൊണ്ടു നടക്കണോ? പ്രൈവറ്റൈസേഷൻ വരുന്നുണ്ട്. അപ്പൊ ധവളപത്രത്തിൽ സ്വകാര്യവൽക്കരണം എടുത്തു പറയുന്നുണ്ട്. അത് ഉറപ്പായും പ്രതിപക്ഷം വലിയ എതിർപ്പ് ഉന്നയിക്കുമ്പോൾ പോലും അതിലേക്ക് പോകുന്നത് എന്താണ്? എന്തായാലും നമ്മൾ പോയ 10 വർഷം കണ്ട് നടപ്പ് ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആശയം അതിലുണ്ട് എന്ന തർക്കമില്ല. അതിനിടയ്ക്ക് ആനക്കാര്യത്തിനിടയ്ക്ക് സ്വന്തം കാര്യം, ഈ മനോഹരമായ താടിക്കിടയിൽ ചെറിയൊരു വര വീണതുപോലെ സ്റ്റൈൽ എന്നുള്ള നിലയ്ക്ക് 2 വര ഇട്ടാണ് ഒരു മീശ പിരിച്ചു വെക്കാൻ. താങ്ക് യു. ഞാൻ വിചാരിച്ചു വരാം. എന്തായാലും ബജറ്റിലേക്ക് തന്നെ വീണ്ടും മടങ്ങുന്നു. വിസ്മയം കാത്ത് കേരളം. അപ്പോൾ അച്ചടിച്ച ബജറ്റിന്റെ പകർപ്പ് ധനകാര്യ സെക്രട്ടറി ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകും കന്റോൺമെന്റ് ഹൌസിലെത്തി. 9 മണിക്കാണ് ബജറ്റ് അവതരണം. നിയമസഭയ്ക്ക് 13 ആർ ശ്രീത്ത്, കന്റോൺമെന്റ് ഹൌസിൽ നിന്നും ഷഫീദ് റാവുത്തർ, നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും അലക്സ് റാം മുഹമ്മദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ആദ്യം നമ്മൾ ശ്രീത്തോടെ തോന്നുന്നു. ബജറ്റിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചൊക്കെ വെച്ചിരിക്കും, അരച്ചു കളിച്ചു കുടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ, പറയൂ. മാന്യകാലം സാമ്പത്തികമില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ധവളപത്രം എന്ത് മാജിക്കുണ്ടാവുന്ന ചോദ്യം. ഹാഷ്മി എസ് കെ, ഗുഡ് മോർണിംഗ്. ധവളപത്രത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരാധീനതകളാണ് എണ്ണിപ്പറയുന്നതെങ്കിൽ ഇന്ന് രാവിലെ 9 മണിക്ക് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് ഈ സാമ്പത്തിക പരാധീനത മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചൊരു റോഡ് മാപ്പ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ എസ് കെ എന്നും ഹാഷ്മിയും തമ്മിലുള്ള സംഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വലിയ തോതിലുള്ള നഷ്ടത്തിലാണ്. ഏതാണ്ട് 77,000 കോടി രൂപയുടെ നഷ്ടം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അടക്കമുള്ള പ്രഖ്യാപിതമായ ശ്രദ്ധേയമായ നയമാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഈ ബജറ്റിനെ ചുറ്റിപ്പറ്റി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വി ഡി സതീശൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളുണ്ട്. ഒന്ന്, സ്വർണം പോലുള്ള പ്രധാനപ്പെട്ട ഉപഭോഗ വസ്തുക്കളുടെ നികുതി വിൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള തോതിൽ കിട്ടുന്നില്ല എന്നതാണ് വി ഡി സതീശൻ ഉന്നയിച്ച ഒരു കാര്യം. മാത്രമല്ല, നടപ്പ് സാമ്പത്തിക വർഷമടക്കം 600 കോടി രൂപ മാത്രമാണ് സ്വർണ്ണ വിൽപ്പനയിൽ നിന്ന് സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്ന നികുതി വരുമാനം. എന്നാൽ വിൽപ്പനയുടെ തോത് കണക്കാക്കുമ്പോൾ ഏതാണ്ട് അതിന്റെ 10 മടങ്ങ് നികുതി വരുമാനം ഖജനാവിലേക്ക് എത്തേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ IGST വിഹിതം, GST തന്നെ കേന്ദ്ര സർക്കാർ പിരിക്കുന്ന IGST വിഹിതത്തിൽ നിന്നും ഏതാണ്ട് 25,000 കോടിയോളം രൂപയുടെ നികുതി ചോർച്ച നഷ്ടമുണ്ടാകുന്നുണ്ട് എന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വി ഡി സതീശൻ ആരോപിച്ചിരുന്നു. അപ്പോൾ ഈ നികുതി ചോർച്ചയും മറ്റ് നികുതി നഷ്ടവും മറികടക്കാനുള്ള എന്ത് മാർഗമാണ് സ്വീകരിക്കുക എന്നതും ഈ ബജറ്റിനെ ചുറ്റിപ്പറ്റി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം ധനമാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട് എന്താണെന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ബജറ്റിനെ ചുറ്റിപ്പറ്റി വരുന്ന ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ എന്തൊക്കെ പ്രധാന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നതാണ്. സംസ്ഥാനത്തെ ഒരു തുറമുഖ ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു കാഴ്ചപ്പാട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ അവതരിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ മിഷൻ സമുദ്ര എന്നുള്ളൊരു പദ്ധതിയും വി ഡി സതീശന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ്. അപ്പോൾ ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരുമെന്നതാണ് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നതാണ് UDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. അതിലേക്ക് എത്തുന്നതിനായി ആദ്യപടി എന്നോണം ക്ഷേമ പെൻഷന് കുറച്ചെങ്കിലും പണം വർദ്ധിപ്പിക്കുമോ എന്നതും ഒരു ആകാംക്ഷയായി ഉയരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ മാത്രമാണ് ഇതിനകം നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രിയദർശിനി യാത്രാ സൗജന്യ പദ്ധതിയും വയോജന വകുപ്പ് രൂപീകരണവും. ഇനി ബാക്കി 3 ഇന്ദിരാ ഗ്യാരണ്ടികൾ കിടക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുന്ന കാര്യത്തിലുള്ള ഒരു റോഡ് മാപ്പും വി ഡി സതീശൻ അവതരിപ്പിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.